ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് തൻ്റെ ഒരു കിസ് അർച്ചനടുത്ത് അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാനൊന്നും പോകുന്നില്ല. താൻ പ്രസവിച്ച മകളാണെന്ന് അർച്ചനടുത്തേക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിനക്ക് ആ പേടി വേണ്ട. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. കുഞ്ഞിനെ നമുക്ക് രാവിലെ പോയി എടുക്കാം. ശരിയാ അച്ഛ, ചേച്ചി അവളും തമ്മിൽ വല്ലാതെ അടുത്തുപോയി. അത് കാണുമ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ ചേച്ചിയോട് അസൂയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വീട്ടില് രണ്ടമ്മമാരുടെ വാത്സല്യം അനുഭവിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ മൂക്ക് മാത്രം. ഓ പിന്നെ, നിങ്ങളെ രണ്ടമ്മമാര് മാത്രമല്ല, ഞങ്ങളെ രണ്ടച്ഛന്മാരും ഉണ്ട് ഇവിടെ. എടോ, തനിക്കറിയോ, സച്ചേട്ടൻ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചതാണ്. അത് നമുക്ക് മറക്കാൻ പറ്റുമോ? അമ്മക്കുട്ടിക്ക് ഭാര്യയ്ക്കൊരു സ്നേഹം കൊടുക്കുന്നതിനിടയിൽ നീ ഇവളെ സ്നേഹിക്കാൻ പിശുക്ക് കാണിക്കരുത്. ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയ മോളാണ് ഇവള്. നമ്മൾ രണ്ടുപേരും ഇവളെയാ ആദ്യമായിട്ട് മോളേന്ന് വിളിച്ചത്. ശിവരാമേട്ടൻ ഇനി ഇവളെ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല. വന്നാലും ഞാൻ കൊടുക്കില്ല. ഇവൾ എന്റെ മോളാ. രണ്ടുപേരും എന്റെ മക്കള് തന്നെയാ. താൻ പറഞ്ഞതന്നെ ശരി, ഇവര് രണ്ടുപേരും നമ്മുടെ മക്കളാ. ഞാൻ ചെയ്യുന്നതൊക്കെ അച്ഛൻ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അച്ഛന്റെ ആഗ്രഹം പോലെ എല്ലാം തിരിച്ചു പിടിക്കാൻ ഇനി അധികം താമസമില്ല. അത് കഴിഞ്ഞ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. അച്ഛാ, ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ഈ മകൾ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ദിവസം അടുത്തു കഴിഞ്ഞു. എന്താ മോനെ, ഇന്ന് വല്ലാത്ത റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഞാനെന്നും റൊമാൻറ്റിക്കാ? അപ്പൊ ഞാനാണോ റൊമാൻറ്റിക് അല്ലാത്തെ? ആരായി കിടന്ന് വിളിക്കുന്നത്? ആ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. ഒന്നുകിൽ തന്നെ അതെടുത്ത് സംസാരിക്ക്, അല്ലെങ്കിൽ ഓഫ് ചെയ്യ്.
ഒരു മിനിറ്റ്. എന്തിനാ ഹരീഷ് ഇങ്ങനെ വിളിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കിടന്ന് വിളിക്കരുതെന്ന്. എടോ, എന്താടോ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് എന്റെ പെണ്ണിനോടൊന്നും സംസാരിക്കണ്ടേ? നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ തീരെ സമയമില്ല. എടോ, താൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. അതെ, എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചൂടെ? ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക ഹരീഷ്. ഓ ശരി, ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്കേ ഒരു ഗിഫ്റ്റ് വേണം. എന്ത് ഗിഫ്റ്റ്? എനിക്കേ തൻ്റെ ഒരു കിസ്. അനക്ക പ്ലീസ്, ഞാൻ വെറും ഒരു കിസ് മാത്രമല്ലേ തന്നോട് ചോദിച്ചുള്ളൂ. പ്ലീസ്, ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്ക്. തന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. പ്ലീസ് ഒരു കിസ്. ഹലോ, ആരാ ഇവൻ? ഇപ്പൊ തന്നോട് സംസാരിച്ചവൻ ആരാണെന്ന് ധനുഷ്, ഞാനെല്ലാം പറയാം. തന്നോട് ഉമ്മ ചോദിക്കാൻ മാത്രം ഇവനുമായിട്ട് തനിക്ക് എന്താ ബന്ധം? പ്ലീസ് ധനുഷ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എല്ലാം ഞാൻ പറയാം. ആകെ മോശമായല്ലോ. അങ്ങനെ ചോദിക്കണ്ടായിരുന്നു. അവൾ എന്ത് വിചാരിച്ചാണ്? വിളിച്ചൊരു സോറി പറഞ്ഞാലോ? വേണ്ട, ചിലപ്പോൾ അതിനേക്കാൾ വലിയ കുഴപ്പമാവും. എന്നാലും ഞാൻ കാണിച്ചത് ഭയങ്കര ബോറും പരിപാടിയായിപ്പോയി. ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആകെ നാണക്കേടായി. ഒരു സോറി മെസ്സേജ് അയച്ചാലോ?